ഹലോ, അപ്പോൾ ഇന്നെങ്ങനെ ചീരക്കറി വെക്കുന്നത് നോക്കിയാലോ? ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ കുറച്ച് ചീര വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചീര നന്നായിട്ട് കഴുകിയെടുത്ത് നുറുക്കിയതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. ഇനി കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഉപ്പും ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. എൻ്റെ അങ്ങനെ തിളച്ച് പോകുന്ന പ്രശ്നം ഉണ്ടാവാറില്ല. പരിപ്പ് 2 വിസിലിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലടിച്ച് തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വിസിലടുപ്പിക്കണമെന്നില്ല. കാരണം ചീരയ്ക്ക് അധികം വേവില്ലല്ലോ, ആവിയിൽ തന്നെ വെന്തോളല്ലോ. നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയതിനായിരുന്നു, അത് നന്നായിട്ട് അരച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീര ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചീര നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചീനച്ചട്ടിയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ കടുക് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ കറി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളാണ്.